ട്യൂണ്, മൊബൈലിലെ ട്യൂണ് ഖുർആനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ്, അല്ലെങ്കിൽ അതുപോലത്തെ സംഗതിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ട്യൂണായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ, പാടില്ലെന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഖുർആനിനോടൊരു അദബുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വിളിക്കാൻ വേണ്ടി ശബ്ദിക്കാനുള്ള സാധനമല്ല, നമ്മളെ വിളിക്കാൻ വേണ്ടി ശബ്ദിക്കാനുള്ള ഒരു സാധനമല്ല ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ ട്യൂണായിട്ട് വെക്കുന്നത് നല്ലതല്ല. മറ്റൊന്നുകൂടി പറയട്ടെ, ഖുർആൻ ഓതുമ്പോ മിണ്ടാതിരിക്കണം എന്നല്ലേ കൽപ്പന. നമ്മളോ ഖുർആൻ ഇങ്ങനെ മൊബൈലിൽ നിന്ന് ട്യൂണായിട്ട് ഓതുമ്പോ അതാ ഞെക്കിയിട്ട് പിന്നെ സംസാരം തുടങ്ങിയല്ലേ ചെയ്യുന്നത്. സംസാരം നിർത്തിയിട്ട് ഖുർആൻ കേൾക്കണമെന്നല്ലേ പറഞ്ഞത്. അതിന് പകരം ഖുർആൻ നിർത്തിയിട്ട് സംസാരം തുടങ്ങിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആൻ ട്യൂണായിട്ട് വെക്കുന്നത് നല്ല ഏർപ്പാടല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും അതും പലപ്പോഴും നമ്മൾ അത് നിർത്തേണ്ടി വരുന്നു നമ്മളെ സംസാരത്തിന് വേണ്ടി. അതുകൊണ്ട് അതും വളരെ ഗുണമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതേ അല്ലാഹു തആല ബഹുമാനിച്ചതിന്റെ ബഹുമാനം നിലനിർത്താനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. അതബോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അദബിന് വലിയ ബഹുമാനമാണ്, അദബിന് വലിയ പ്രസക്തിയാണ്. ഇസ്ലാമിൽ അദബിന് വലിയ പ്രസക്തിയാണ്. അതുകൊണ്ടാ മുസ്ലിമീങ്ങളെ ഞാൻ പറയട്ടെ, ഇവിടെ ഈ പള്ളിയിൽ ഒരു ഇമാമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇമാമിനാണ് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ അധികാരം, അദ്ദേഹത്തിനാണ് അർഹത. പക്ഷേ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദ് ഈ പള്ളിയിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാൻ ഇവിടെ വന്നാൽ, എനിക്കാണ് ഇവിടെ അധികാരം എന്ന് പറഞ്ഞ് ഈ മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്നതിന് പകരം ആ ഉസ്താദിനെ അല്ലെങ്കിൽ ആ സയ്യിദിനെ, ആ മഹാനെ ഇമാമത്ത് നിർത്തുകയാണ് വേണ്ടത്. അധികാരം അദ്ദേഹത്തിനാണ്. ഇതുപോലെ തന്നെ മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് അധികാരം മക്കൾക്കാണ്, അധികാരം ബാപ്പാക്കാണ്, അങ്ങനെ കുടുംബത്തിലുള്ളവർക്കാണ്. പുതിയാപ്പിളക്ക് അധികാരം ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല കേട്ടോ. മകളുടെ ഭർത്താവിന് ഒരധികാരം ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അമ്മോശന് അധികാരം ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അധികാരമുള്ളത് ആർക്കാണ്? മക്കൾക്ക് അധികാരമുണ്ട്, ബാപ്പക്ക് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരമുള്ളതോടുകൂടി തന്നെ ആദരിക്കപ്പെടേണ്ട ഒരു സയ്യിദ് ഉണ്ടാകുമ്പോൾ, ഉള്ളാളം തങ്ങൾ ഉണ്ടാകുമ്പോ, പാണക്കാട് തങ്ങൾ ഉണ്ടാകുമ്പോ, അത് അരിബാഫക്കി തങ്ങൾ ഉണ്ടാകുമ്പോ, അതുപോലെ കീന ഉസ്താദ് ഉണ്ടാകുമ്പോ, അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ, അങ്ങനെയുള്ള ആലിമീങ്ങൾ ഉണ്ടാകുമ്പോ ആലിമീങ്ങൾക്കും തങ്ങന്മാർക്കും ഒഴിഞ്ഞു കൊടുക്കലാണ് അദബ്. അദബിന് വലിയ സ്ഥാനമാണ് പരിശുദ്ധ ദീനിൽ. അദബാണ് ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട് ചില ആളുകളുണ്ട്, അവർക്കറിയില്ല, അവർ ഫിഖഹിന്റെ നിയമം പഠിച്ചിരിക്കുന്നു. അവർ പഠിച്ച നിയമം എന്താണ്? ഇമാമത്തിന് അർഹത മക്കൾക്കാണ് മയ്യിത്ത് നിസ്കരിക്കാൻ, ബാപ്പക്കാണ് എന്നൊക്കെ അതാ ഫിഖഹിന്റെ കിതാബ് പഠിച്ചിരിക്കുന്നത്. ശരിയാണത്. അർഹതയും യോഗ്യതയും അവർക്കാണ്, അവകാശം അവർക്കാണ്. പക്ഷേ ഏത് പാണക്കാട് തങ്ങളുണ്ടെങ്കിലും, ഏത് ഉള്ളാളം തങ്ങളുണ്ടെങ്കിലും ഞാനാണ് ഇമാമത്ത് നിൽക്കേണ്ടതെന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരൻ കയറി ഇമാമത്ത് നിൽക്കുന്നത് ശരിയല്ല. അവിടെ സയ്യിദന്മാരെ ബഹുമാനിക്കണം. ഞാൻ പല സ്റ്റേജുകളിലും പറഞ്ഞൊരു മസലയാണത്. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അതാ മർഹൂം ഇ.കെ. ഉസ്താദ് കേരളത്തിൽ ജീവിച്ചു ഒരു വലിയ ആലിമാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇ.കെ. ഉസ്താദിന്റെ അനുജൻ ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ മരണപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് ജ്യേഷ്ഠനാണ്, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനാണ്. പക്ഷേ പാണക്കാട് തങ്ങളെയല്ലേ അന്ന് ഇമാമത്ത് നിർത്തിയത് മയ്യിത്ത് നിസ്കരിക്കുമ്പോ? സയ്യിദന്മാരോടുള്ള അദബാണ്. അദബ് എന്നത് വലിയ കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അദബ് വേണം, ആലിമീങ്ങളോട് അദബ് വേണം, ഇൽമിനോട് അദബ് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടെങ്കിൽ റസൂലുള്ള അല്ലാതെ ഇമാമത്ത് നിന്നിട്ടില്ല. മക്കളെ റസൂലുള്ള ഇമാമത്ത് നിർത്തിയിട്ടില്ല, ബാപ്പാനെ നിർത്തിയിട്ടില്ല. നബിതങ്ങളാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. എന്നാൽ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത് നിസ്കരിക്കാതെ അല്ലാഹുവിന്റെ റസൂല് മാറി നിന്നിട്ടുണ്ട്. അത് ആത്മഹത്യ അത്ര ഗൗരവമുള്ള തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് നബിതങ്ങൾക്ക് ഞെരുക്കമാണ്, സാമ്പത്തിക ശേഷിയില്ല. അക്കാലഘട്ടത്തിൽ മരണപ്പെട്ട മയ്യിത്തിനെ സംബന്ധിച്ച് കടമുണ്ടോ കൊടുക്കാനെന്ന് ചോദിച്ചപ്പോൾ
കടം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. വീട്ടാൻ സ്വത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നില്ല, ഫർദ് വീടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കൂ എന്ന നിലയ്ക്ക് സഹാബത്തിനെ കൊണ്ട് നിസ്കരിപ്പിച്ച സംഭവമുണ്ട്. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സാമ്പത്തിക ശേഷി കൊടുത്തപ്പോ കഴിഞ്ഞ കൊല്ലം നമ്മൾ പാറക്കടവിൽ മദ്ഹുർ റസൂൽ പ്രസംഗത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു, പിന്നീട് അല്ലാഹു ഐശ്വര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ അത് ഐശ്വര്യം വന്നപ്പോൾ ആരെങ്കിലും ഒരാള് കടത്തോടുകൂടി മരിച്ചുപോയവന് വീട്ടാൻ കഴിവില്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് വീട്ടിയിട്ട് മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഇനിയോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് പലരും വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിൽക്കുന്നത്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നിൽക്കുന്നത്. ഇങ്ങനെ തുടങ്ങി അതാ പഴയ കാലം മുതലേ നടന്നു വരുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, എന്റെ പിതാവ് വഫാത്തായപ്പോ ഇവിടെ മൈതാനിയിൽ കൊണ്ടുവന്ന് ഞാൻ ബഹുമാനപ്പെട്ട മയ്യിത്ത് മറമാടുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്ന് ബർഹവും കീയന ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദിനോട് ഇമാമത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തെന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ എനിക്ക് ഇമാമത്ത് നിൽക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ അലിബാബയ്ക്ക് തങ്ങളെ ഇമാമത്ത് നിർത്തി നിസ്കരിച്ചിട്ടുണ്ട്. അദബാണത്. അദബ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓ മുഅ്മിനീങ്ങളെ, അദബ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഏത് സ്ഥലത്തും അത് വേണം. ഖുർആനിനോട് അദബ് വേണം, മുസ്ഹഫിനോട് അദബ് വേണം, അതേ കിതാബിനോട് അദബ് വേണം. ഇൽമെഴുതിയ കടലാസ്, മലയാളത്തിലുള്ള കടലാസാണെങ്കിലും അദബ് വേണം. നമ്മൾ അതാ ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുന്ന പേപ്പർ, ആ പേപ്പറിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മസ്അല എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കുമ്പോൾ അടിയിൽ പിരിക്കാൻ പാടില്ല, അതിന്റെ മേലെ നമ്മൾ ചവിട്ടാൻ പാടില്ല. എന്തിനധികം പറയണം, ഞാൻ പറയട്ടെ, നമ്മൾ വിരിക്കുന്ന മുസല്ലകള്, ആ മുസല്ലകൾ പലതും അദബുകേടുള്ള മുസല്ലകളാണ്. കാരണം കഅബത്തിന്റെ ചിത്രം വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ കയറി നിൽക്കുകയാണ്, അദബുകേടാണ്. റൗളാ ശരീഫിന്റെ ചിത്രമുള്ള മുസല്ലയിൽ നമ്മൾ കയറി നിൽക്കുകയാണ്, അദബുകേടാണ്. അതുകൊണ്ട് മുസല്ല വാങ്ങുമ്പോ ഒരു വരയും കുറിയുമില്ലാത്ത തുർക്കി മുസല്ല അത് വാങ്ങാൻ ശ്രമിക്കണം. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. 5 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓ സുഹൃത്തുക്കളെ, എവിടെയും അദബുണ്ട്. ബഹുമാനിക്കുന്നത് ചവിട്ടി കൊരട്ടാനുള്ളതല്ല. എല്ലാ അദബുകളും പാലിച്ചൊരു മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്, ആ ജീവിതത്തിൽ വലിയ നന്മയാണ്. അത്തരം ജനങ്ങളെ കൊണ്ട് ലോകത്തിനും ഒരുപാട് നന്മ കിട്ടുന്നു. അല്ലാഹു ജല്ല ജലാലു അദബോടെ ഗുരുത്വത്തോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ജിന്നുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ അതിനെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.